ഇന്നത്തെ കത്ത് വായിക്കാം. കൊച്ചിയിൽ നിന്ന് രമേശാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കമ്പനിയിലാണ് ജോലി. എങ്കിലും ജോലിയിൽ ഒരു തൃപ്തിയും ഉണ്ടാകുന്നില്ല. വേറെ കമ്പനി നോക്കുന്നു. വിവാഹവും ഒത്തുവരുന്നില്ല. ജാതകത്തിൽ രാജയോഗം ഉണ്ടെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അത് അനുഭവത്തിൽ വരാത്തത്? രണ്ട് ഘട്ടമായിട്ടാണ് ഇവിടെ ജീവിത രീതിയെ ജാതക നിലയിൽ കാണുന്നത്. 3-12 വർഷം, അതായത് 13-36 വയസ്സ് വരെ പിതൃകുടുംബ വഴി പിതൃക്കൾ അല്ലെ പൂർവികന്മാർ മുഖാന്തരം വന്നു ചേർന്നിട്ടുള്ള നിന്ന് ഫലിക്കുന്നതായ ദോഷകാഠിന്യം, അന്ന് ഫലിക്കുന്നതും നിന്ന് ഫലിക്കുന്നതുമായ ദോഷങ്ങളും ഗുണങ്ങളുമുണ്ട്. ആ ദോഷഫലങ്ങൾ അന്ന് ഫലിക്കുന്നതേ ചെയ്യാവുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാലും നിന്ന് ഫലിക്കുന്നത് ചെയ്യരുതെന്നാണ്. കാരണം ഇതിനെല്ലാം കാരണങ്ങളുമാകുവാനും ഒക്കെ ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ചില സമയങ്ങൾ കൊണ്ട് വരുന്ന സ്ഥിതിവിശേഷങ്ങളാണ്. കഠിനങ്ങളായ ദോഷങ്ങൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തലമുറയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് 3-12 കൊല്ലം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ രാജയോഗവും മറ്റുള്ള യോഗങ്ങളുടെ ഫലദാന ശേഷി ലഭ്യമല്ലാതെ ക്യാൻസലായി പോകുന്നു. അതുകൊണ്ടാണ് രാജയോഗമൊക്കെ ജാതകത്തിൽ എഴുതിയിട്ടും എനിക്ക് അതിൻ്റേതായ ഒരു യോഗവും കാണുന്നില്ല. രാജാവ് പോയിട്ട്, മന്ത്രി പോയിട്ട്, MLA പോയിട്ട്, MP പോയിട്ട്, ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് പോലും ആകുന്നില്ല, അല്ലെങ്കിൽ തത്തുല്യമായ ഒന്നും ആവുന്നില്ല. എന്നാൽ 36 വയസ്സിന് ശേഷം അടുത്ത 3-12 കൊല്ലം, അതായത് 13-36 വർഷം, 46, 56, 66 വയസ്സ് വരെ മാതൃകുടുംബ വഴിയിൽ ചെയ്ത തപോധന്മാരായിട്ടുള്ള വ്യക്തികളുടെ സുഹൃതകർമ്മങ്ങൾ കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും നല്ല ഐശ്വര്യങ്ങളും അഭീഷ്ടങ്ങളും കിട്ടും എന്നാണ്. ഈ സമയത്ത് വൈകിയെത്തുന്ന രാജയോഗം ലഭ്യമാകും. അതായത് അച്ഛൻ കുടുംബ വഴി വന്നിരിക്കുന്ന ആ പാപങ്ങൾ, അതിൻ്റെ കാഠിന്യങ്ങൾ അനുഭവിച്ച് തീർന്നു കഴിയുമ്പോൾ അമ്മ കുടുംബ വഴി പിതൃക്കൾ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ഈ ചെറുമകൻ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വൈശ്യം വിട്ടു ഭാഗ്യഭാസ്കരന് ഉദിച്ചിടും, ഭാസുര നിലയങ്ങൾ വെച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിക്കുമേ ശത്രുവേ ജയിക്കുമേ, സത്യയും ദാനവും സൽക്കർമ്മങ്ങളും നടത്തി പേരും പ്രസിദ്ധിയും ഉണ്ടായി വന്നിടുമേ. പേരും പ്രസിദ്ധിയും ധനവും ആലങ്കാരികപരമായ വസ്തുവും വീടും സമ്പാദ്യാദികളും 36 വയസ്സ് മുതൽ 66 വയസ്സ് വരെ പോഷിക്കാം ദേഹനാദികൾ. ഈ സമയത്ത് രാജയോഗങ്ങളും രാജതുല്യ പ്രൗഢിയോടെയുള്ള ജീവിതങ്ങളും ഉണ്ടാവും. സുഹൃത കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്ത് ദോഷകാഠിന്യം, അച്ഛൻ കുടുംബ വഴി വന്നിരിക്കുന്ന ദോഷകാഠിന്യങ്ങൾ തീരുവാൻ സാധുക്കൾക്ക് അന്നദാനവും അതുപോലെ ഔഷധം, വസ്ത്രം, പാർപ്പിടമൊക്കെ വീടൊക്കെ വെച്ച് കൊടുക്കാൻ ഒത്തിരി പണച്ചിലവാണ്. എന്തെങ്കിലും സഹായിക്കുക, വീട് പണിയാനോ അല്ലെ വസ്ത്രം വാങ്ങാനോ മരുന്ന് വാങ്ങാനോ ആഹാരത്തിനോ മറ്റേതെങ്കിലും ദീനൻ്റെ കണ്ണുനീരൊപ്പാനായി അല്ല ദയനീയമായിട്ട് കൈനീട്ടുന്നവൻ്റെ കയ്യിൽ കാര്യമായിട്ട് എന്തെങ്കിലും വെച്ച് കൊടുത്ത് സന്തോഷിപ്പിക്കുക. ഈ ദോഷങ്ങളൊക്കെ മാറും. അതിൽ അന്നദാനത്തിന് ഏറ്റവും വലിയ ശക്തി ഉണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത്. അങ്ങനെ 36 വയസ്സ് മുതൽ ഉള്ള ആ നല്ല കാലഘട്ടത്തിൽ അതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കാതിരുന്ന രാജയോഗങ്ങളുമൊക്കെ വന്നു ചേരും. ഈ സമയങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക, നവഗ്രഹ പൂജകൾ ചെയ്യുന്നത് നല്ലതാണ്. ബാക്കി അടുത്ത തലമുറയ്ക്കെങ്കിലും സുഹൃതങ്ങൾ വന്ന് ചേരുവാനും മക്കളുടെ മക്കൾ എന്നിവർക്ക് ഈ കഷ്ടപ്പെട്ടുണ്ടായ ആ ഭാഗ്യങ്ങൾ എൻജോയ് ചെയ്യുവാനും ഇടയാവുന്നതാണ്. നവഗ്രഹങ്ങൾ പത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നിവയാൽ ഗോതമ്പ്, അവിൽ, അതുപോലെ തന്നെ അക്ഷതം, പേരാലും മുട്ട, അരിയാലും മുട്ട, അത്തിമുട്ട, ഇത്തിമുട്ട, ചമതക്കമ്പ് മുതലായവ നെയ്യിൽ മുക്കി സൂര്യശൗര്യമധേന്തുരുച്ച പദവിയും സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം സുഖസുഖം സംശനീം രാഹുർബാഹുബലം കരോതി വിബലം കേതുക്കുലസ്യോന്നതിം നിത്യം പ്രീതികരാഭവന്തു ഭവതാം സർവേ പ്രസന്നാഗ്രഹ. ഇപ്രകാരമുള്ള നവഗ്രഹ സ്തോത്രങ്ങൾ കൊണ്ട് ഈ പറഞ്ഞ വിശിഷ്ട വസ്തുക്കളെ ഹോമവിധികൾ ചെയ്ത് പൂർവികന്മാരാൽ വന്ന ആ ദോഷങ്ങളൊക്കെ മാറ്റി
അവനവനും അവനവൻ്റെ അടുത്ത തലമുറയ്ക്കും ലഭിക്കേണ്ടതായ ആ ഭാഗ്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവരുതേ എന്ന് നവഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർമ്മമാണ് നവഗ്രഹ ഹോമം.